മുണ്ടക്കയിലെയും ചൂരന്മലയിലെയും ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ ഭവന നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ടൗൺഷിപ്പിൽ നിർമ്മിച്ചിട്ടുള്ള വീടുകളുടെ ആദ്യഘട്ട താക്കോൽദാനം നടക്കാൻ പോകുന്നത് മാർച്ച് 1-ാം തീയതിയാണ്. അതേസമയം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുമൊക്കെ ഇവർക്ക് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ആദ്യഘട്ട വീടുകളുടെ താക്കോൽദാനം മറ്റന്നാൾ നടക്കുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആണ് ഉദ്ഘാടനം നിർവഹിക്കുക. ചടങ്ങിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി മുഖ്യാതിഥിയുമാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിയിലെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ആകെ നിർമ്മിക്കുന്ന 105 വീടുകളിൽ 51 വീടുകളുടെ താക്കോൽദാനം ഈ മാസം 28-ന് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കും. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം മെയ് മാസത്തോടെ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിക്കുന്ന ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി MP മുഖ്യാതിഥിയാകും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാനത്തെ മറ്റ് പ്രധാന നേതാക്കൾ, MP മാർ, MLA മാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതർക്ക് 105 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആദ്യഘട്ടത്തിൽ 51 വീടുകളുടെ താക്കോൽദാന കർമ്മമാണ് ഈ ഫെബ്രുവരി 28-ന് നിർവഹിക്കാൻ പോകുന്നത്. ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ ഒരു പ്രത്യേകത, നേരത്തെയൊക്കെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന വീടെന്ന് പറഞ്ഞാൽ 600 സ്ക്വയർ ഫീറ്റ് വീടായിരുന്നു. തങ്ങൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീട് 1000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും എന്നാണ്. അപ്പോൾ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 1100 സ്ക്വയർ ഫീറ്റ് ആവുന്ന ഒരു രീതിയിലേക്കാണ് നിർമ്മാണം പൂർത്തിയായത്. മേപ്പാടിക്കടുത്ത് സംസ്ഥാന പാതയോരത്തെ വെള്ളിത്തോട് എന്ന പ്രദേശത്താണ് അതിനൂതന സൗകര്യങ്ങളോടെ ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1064 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓരോ വീടുകളിലും 3 ബെഡ്റൂമുകൾ, ഹാൾ, സിറ്റ്ഔട്ട്, കിച്ചൺ, വർക്ക് ഏരിയ, 2 ബാത്റൂമുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഭാവിയിൽ ഒരു നില കൂടി പണിയാൻ സാധിക്കുന്ന വിധത്തിൽ ശക്തമായ അടിത്തറയോടെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മഞ്ചേരിയിലെ നിർമ്മൽ കൺസ്ട്രക്ഷൻ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഫാൻ, വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ, പൂച്ചട്ടികൾ തുടങ്ങിയവയും ഇതോടൊപ്പം നൽകുന്നുണ്ട്. കൂടാതെ കുടിവെള്ളത്തിന് കിണർ സൗകര്യവും ജലനിധിയുടെ വെള്ളവും ലഭ്യമാക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്ന ഇഫ്താർ വിരുന്നോടെയാകും പരിപാടികൾ സമാപിക്കുക. ജയരാജ് ബത്തേരി, News 18 വയനാട്.